ഈ സാബുമോനൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്? അവനെയാണെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ പോലും ഇല്ല. അവൻ വന്നിട്ട് ഒന്ന് പെർഫോം ചെയ്യുന്നത് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ സാബുമോന് ഗെയിം കളിക്കാൻ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരൊരു കാര്യം ആലോചിക്കണം. ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. എന്നിട്ടും പുള്ളി ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ കഴിവുണ്ടായിട്ട് തന്നെയാണ്. നമ്മൾ ആർക്കും ഇതിൽ ബിഗ് ബോസിൽ പോയിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവിടെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. സാബുമോനെ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ഒരു പക്ഷേ അഗ്രസീവായിട്ട് സാബുമോന് ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷേ സാബുമോൻ ഒരു ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെന്ന് നമ്മൾ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്ക് അറിയാം. അപ്പോൾ സാബുമോൻ എന്തായാലും കുറച്ച് നാൾ അതിനകത്ത് ഉണ്ടാവും. കപ്പടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൊളീഗ് അതിൽ പോവുക എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാൻ ബിഗ് ബോസ് ആക്ച്വലി കാണാറില്ല. സോ റീസെൻ്റ്ലി സാബു അതിൽ പോകുമ്പോഴാണ് ഞാനത് കുറച്ചെങ്കിലും കാണാൻ തുടങ്ങുന്നത്. ഇതുവരെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇതൊക്കെ വെറും പറ്റിപ്പാണ്, ഇതിനുള്ളിൽ ഷൂട്ടിംഗ് ഒക്കെ ആണെന്നാണ്. കാര്യം ബിഗ് ബോസിന് തലേന്ന് പോകുന്നതിന് മുമ്പ് വരെ ഞാനും സാബു ഒരു പ്രോഗ്രാമിൽ ഒന്നിച്ചുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അറിയുന്നില്ല. ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. സോ എന്തായാലും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും സാബുമോന് ഉണ്ടാവും. നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും കഴിയുമെങ്കിൽ സാബുവിന് തന്നെ വോട്ട് കൊടുക്കണം. കാര്യം ആസ് എ ഫുഡ് ബ്ലോഗർ നമുക്ക് എല്ലാവർക്കും അറിയാം സാബുവിനെ കുറേ നാളായിട്ട് നല്ലൊരു കിടിലം പേഴ്സണാലിറ്റിയാണ്. സോ നമ്മുടെ സെക്കൻഡ് എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ കീപ് വോട്ട് ഫോർ സാബുമോൻ.